മനുഷ്യവർഗത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവവചനമായ ബൈബിളിനെക്കുറിച്ചും ബൈബിളിൻ്റെ കേന്ദ്ര പ്രതിപാദ്യ വിഷയത്തെക്കുറിച്ചും ജനത്തിന് ശരിയായ ഒരു അവബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രാരംഭമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ലോകത്തിൽ അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് വരികിലും ദൈവവചനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് ബൈബിളാണ്. ബൈബിളിനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്നു. പഴയ നിയമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പേ എഴുതിയതും യേശുക്രിസ്തുവിൻ്റെ വരവിനെ പ്രവചനാത്മകമായ രീതിയിൽ പ്രതിപാദിക്കുന്നതും ആണ്. പുതിയ നിയമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം AD 1-ാം നൂറ്റാണ്ടോടെ എഴുതി പൂർത്തിയായി. ഈ ബൈബിൾ പൂർണ്ണമായും ദൈവശ്വാസീയമാകുന്നു എന്ന് നാം വായിച്ച വേദഭാഗത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവശ്വാസീയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ളത് എന്നാണ് അർത്ഥം. ഒന്നും കൂടെ വിശദീകരിച്ചാൽ, ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ട് മനുഷ്യവർഗത്തിന് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ സന്ദേശങ്ങളുടെ സമാഹാരം ആണ്. ഈ ബൈബിൾ ദൈവവചനമാണെന്ന് ബൈബിളിൽ തന്നെ അനവധി പ്രാവശ്യം ദൈവാത്മാവ് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആധുനിക ശാസ്ത്രയുഗത്തിലെ, ക്ലോണിംഗ് കാലഘട്ടത്തിലെ, സൂപ്പർ കമ്പ്യൂട്ടർ യുഗത്തിലെ ശാസ്ത്ര മനുഷ്യൻ ഒന്നും അന്ധമായി വിശ്വസിക്കുന്നവൻ അല്ല. ആ മനുഷ്യന് എല്ലാത്തിനും തെളിവാണ് ആവശ്യം. ബൈബിൾ ദൈവവചനമാണെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അത് കേവലം ഊഹാപോഹങ്ങളുടെയോ കെട്ടുകഥകളുടെയോ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു പ്രസ്താവന അല്ല. പ്രത്യുത ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. വിശുദ്ധ വേദപുസ്തകം ദൈവവചനമാണെന്നതിന് അനേക തെളിവുകൾ ഉണ്ടെന്ന് വരികിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പ്രധാനപ്പെട്ട ചില തെളിവുകൾ പ്രിയ ജനത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ദൈവാത്മാവിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നു. 1, ശാസ്ത്രീയമായി ബൈബിളിൽ യാതൊരു തെറ്റും ഇല്ല. ശാസ്ത്രീയമായി തെറ്റില്ലെന്ന് പറഞ്ഞാൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നെ നാം പരിശോധിച്ചാൽ അതിൽ അനവധി തെറ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒത്തിരി സിദ്ധാന്തങ്ങൾ, ഈ സിദ്ധാന്തങ്ങളൊക്കെ പിന്നത്തേതിൽ തെറ്റാണെന്ന് സ്ഥിരീകരിക്കപ്പെടാറുണ്ട്. ഏതെങ്കിലും ഒരു സിദ്ധാന്തം തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതൊരു യാഥാർത്ഥ്യം അഥവാ ഫാക്റ്റ് ആയി മാറാറുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിൽ ശാസ്ത്രീയമായിട്ട് യാതൊരു തെറ്റും ഇല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ഇതൊരു ശാസ്ത്ര ഗ്രന്ഥം അല്ലെങ്കിലും സന്ദർഭോചിതമായി അനവധി ശാസ്ത്രീയ വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളും ശാസ്ത്രവുമായി ഒരുമിച്ച് പഠിച്ചാൽ യാതൊരു തെറ്റും ശാസ്ത്രീയമായിട്ട് ബൈബിളിൽ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്തുകൊണ്ട് ബൈബിളിൽ ശാസ്ത്രീയമായിട്ടൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ബൈബിൾ സമ്പൂർണ്ണമായും ദൈവശ്വാസീയമായ ഗ്രന്ഥം എന്ന മറുപടി പറയുവാൻ സാധിക്കും. ബൈബിൾ ദൈവവചനമാണെന്നതിൻ്റെ മറ്റൊരു തെളിവ് ചരിത്രപരമായിട്ട് ബൈബിളിൽ യാതൊരു തെറ്റും ഇല്ല. ലോക ചരിത്രത്തിലെ
അനേക സംഭവങ്ങൾ സന്ദർഭോചിതമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വേദപുസ്തകത്തിലെ സംഭവങ്ങൾ എല്ലാം വളരെ കൃത്യതയോട് കൂടിയുള്ളതാണ്. ഇന്ന കാലത്ത്, ഇന്ന രാജ്യത്ത്, ഇന്ന സ്ഥലത്ത്, ഇന്ന വ്യക്തി ഭരണാധികാരം നടത്തുമ്പോൾ ഇന്നത് സംഭവിച്ചു എന്നാണ് വേദപുസ്തകം സംസാരിക്കുന്നത്. ബൈബിൾ ഹിസ്റ്ററിയും സെക്യുലർ ഹിസ്റ്ററിയും ഒരുമിച്ച് നാം പഠിച്ചാൽ ബൈബിളിൽ പറയുന്ന ശാസ്ത്രീയ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബൈബിളിൽ യെശയ്യാ പ്രവചനം 20-ാം അധ്യായത്തിൽ സർഗോൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സർഗോൻ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ കാണുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ചരിത്രകാരന്മാർ പറഞ്ഞു ബൈബിളിലെ സർഗോൻ എന്ന രാജാവ് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന്. എന്നാൽ പിന്നത്തേതിൽ മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്ന ഭൂഗർഭ ഗവേഷണ ഫലമായിട്ട് കണ്ടെടുക്കപ്പെട്ട അനേക തെളിവുകൾ പരിശോധിച്ചപ്പോൾ സർഗോൻ എന്ന രാജാവിനെ കുറിച്ചുള്ള ധാരാളം തെളിവുകൾ, തൻ്റെ കാലത്തിറക്കിയ നാണയങ്ങൾ, ഫലകങ്ങൾ, തൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെയും അവിടുന്ന് കണ്ടെടുക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ചരിത്രം തന്നെ തിരുത്തി പറഞ്ഞു, തെറ്റ് സംഭവിച്ചത് ബൈബിളിനല്ല, ചരിത്രത്തിനാണ്. ഇങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് തെളിവ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ജീവിച്ചിരുന്ന രാജാവിനെ കുറിച്ച് രേഖപ്പെടുത്തുവാൻ ചരിത്രം വിട്ടുപോയി. അവിടെയും ബൈബിൾ ചരിത്രപരമായിട്ട് യാതൊരു തെറ്റും ഇല്ലാത്ത ഗ്രന്ഥമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മൂന്നാമത്തെ തെളിവ്, പ്രവചനപരമായിട്ട് ബൈബിളിൽ യാതൊരു തെറ്റും ഇല്ല. നടക്കുവാൻ പോകുന്ന ഒരു സംഭവം നടക്കുന്നതിന് മുൻകൂട്ടി പ്രസ്താവിക്കുന്നതിനാണല്ലോ പ്രവചനം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ധാരാളം പ്രവചനങ്ങൾ ബൈബിളിൻ്റെ പഴയ നിയമത്തിലുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം പിന്നത്തേതിൽ അങ്ങനെ തന്നെ നിറവേറി എന്നതിന് പുതിയ നിയമം സാക്ഷ്യം വഹിക്കുന്നു. മാത്രമല്ല, പുതിയ നിയമത്തിലും ധാരാളം പ്രവചനങ്ങളുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറവേറുവാനുള്ള പ്രവചനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ പലതും നിറവേറിക്കൊണ്ട് ഇരിക്കുന്നു എന്നതിന് ചരിത്രവും സമകാലീന സംഭവ വികാസങ്ങളും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ബൈബിൾ സമ്പൂർണമായും ദൈവശ്വാസീയമായ ഗ്രന്ഥമാണ്. ചരിത്രപരമായോ ശാസ്ത്രീയമായോ പ്രവചനപരമായോ യാതൊരു തെറ്റും ഇല്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ് ബൈബിൾ. ഈ ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവവും. മനുഷ്യനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല സൃഷ്ടികളിലും വെച്ച് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളുടെ മകുടമാണ് മനുഷ്യൻ. ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരണമില്ലാത്തവനായിട്ടാണ്. രോഗമോ കഷ്ടമോ പ്രയാസമോ ദുഃഖമോ ഒന്നും ഇല്ലാത്തവനായിട്ട് എന്നേക്കും ദൈവത്തോടൊപ്പം വസിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് ആകാശ സമുദ്ര ഭൂമികളെ അടക്കി ഭരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഈ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തെ അവിശ്വസിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായിട്ട് 1 ആത്മീകമായി മരിച്ചു, 2 ശാരീരിക മരണത്തിന് വിധിക്കപ്പെട്ടു, 3 രണ്ടാം മരണം അല്ലെങ്കിൽ നിത്യമരണമാകുന്ന നരകശിക്ഷയും അവൻ്റെ മേൽ വന്നു. ഇങ്ങനെ ദൈവകൃപയിൽ നിന്നും മനുഷ്യൻ സമ്പൂർണമായി വീണുപോയി. ടോട്ടൽ ഡിപ്രാവിറ്റി ഓഫ് മാൻകൈൻഡ് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. സമ്പൂർണമായിട്ടും ദൈവകൃപയിൽ നിന്ന് അകന്ന് പാപത്തിൽ അകപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ പ്രഥമവും പരമപ്രധാനവുമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വീണുപോയ സ്ഥലത്തേക്ക് മടങ്ങി വരിക, അതായത് ദൈവകൃപയിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ഇതെങ്ങനെ സാധിക്കും? മനുഷ്യർ ഒത്തിരി മാർഗങ്ങൾ ഇതിന് കണ്ടുപിടിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ പറയുന്നു മനുഷ്യരുടെ സകല കണ്ടുപിടുത്തങ്ങളും ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടു. കാരണം മനുഷ്യൻ ദൈവത്തോടാണ് പാപം ചെയ്തത്. ഈ പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്താമെന്ന് ദൈവം തന്നെയാണ് പറയേണ്ടത്. സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപ വിമോചനം ഇല്ല. ബൈബിളിൽ എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ന്യായപ്രമാണ പ്രകാരം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അപ്പോൾ പാപിയായ മനുഷ്യൻ്റെ
പാപത്തിന് പരിഹാരം വരണമെങ്കിൽ, സൃഷ്ടാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവന് മടങ്ങി വരണമെങ്കിൽ ദൈവത്തിൻ്റെ നീതി നിർവഹിക്കപ്പെടണം. ദൈവത്തിൻ്റെ നീതി പറയുന്നത് ദ സോൾ ദാറ്റ് സിന്നത്ത് ഇറ്റ് ഷാൽ ഡൈ, പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കും എന്നാണ്. അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷ മരണം. ഈ മരണശിക്ഷ ദൈവനീതിയെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പറയുന്നു പാപിയായ മനുഷ്യനെ രക്ഷിക്കണം. അപ്പോൾ ഒരേ സമയം തന്നെ ദൈവ സ്നേഹവും ദൈവനീതിയും നടക്കണം. ഇതെവിടെ സംഭവിച്ചു? കാൽവരി ക്രൂശിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവോത്തരനായ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് എല്ലാവർക്കും വേണ്ടി ദൈവ നീതി നിർവഹിക്കുന്നതിന് വേണ്ടി പാപപരിഹാര പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കപ്പെട്ടു. അങ്ങനെ എല്ലാവരുടെയും പകരക്കാരനായി യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി മരിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹം അവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും കാൽവരി ക്രൂശിൽ നിറവേറി. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും പാപമോചനമുണ്ട്, ആത്മരക്ഷയുണ്ട്, നരകശിക്ഷയിൽ നിന്ന് വിടുതലുണ്ട്, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സാധിക്കും. ഇതാണ് ബൈബിളിൻ്റെ സാര സന്ദേശം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിൻ്റെ സന്ദേശം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം തമ്പുരാൻ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, അതിനാവശ്യമായ കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആശതകരുമ്പോ നോക്കിടും
13 വയസ്സിന് മുകളിലുള്ളവർക്കെല്ലാം പ്രവേശനം നൽകുന്ന ഗുഡ് ന്യൂസ് കറസ്പോണ്ടൻസ് സ്കൂളിൽ ഇതുവരെ ഏകദേശം 60,000-ൽ പരം വ്യക്തികൾ രജിസ്റ്റർ ചെയ്യുകയും 10,000-ഓളം വ്യക്തികൾ ഗുഡ് ന്യൂസ് കറസ്പോണ്ടൻസ് കോഴ്സ് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 യൂണിറ്റുകളടങ്ങിയ ഈ പാഠ്യപദ്ധതിയിലെ ഓരോ പഠനഗ്രന്ഥത്തോടുമൊപ്പം പഠിതാക്കൾക്ക് ഉത്തരക്കടലാസുകളും തപാലിൽ അയച്ചു കൊടുക്കുന്നു. ഓരോ പുസ്തകവും പഠിച്ചതിന് ശേഷം പഠിതാക്കൾ ഉത്തരക്കടലാസുകൾ പൂരിപ്പിച്ച് ഞങ്ങളുടെ ഓഫീസിലേക്ക് തിരികെ അയച്ചു തരുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരക്കടലാസുകൾ പരിശോധിച്ച് മാർക്കിട്ട് അവ അടുത്ത പഠന പുസ്തകത്തിനൊപ്പം പഠിതാക്കൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെ 10 യൂണിറ്റ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കെല്ലാം ഡിപ്ലോമയും ബൈബിളും ലഭിക്കുന്നതാണ്. നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാനിയോഗത്തിനനുസൃതമായി തിരുവനന്തപുരം പട്ടം കേന്ദ്രമാക്കി ചാൾസ് അന്നമ്മ ജോൺ ദമ്പതികൾ 1977 സമാരംഭിച്ച സുവിശേഷ പ്രസ്ഥാനമാണ് ഗുഡ് ന്യൂസ് മിനിസ്ട്രീസ്. സുവിശേഷീകരണം ലക്ഷ്യമാക്കിയുള്ള ലഘുലേഖകൾ, ക്രൈസ്തവ വനിതാ മാഗസിൻ, ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ ഓഡിയോ CD, യൂത്ത് മിനിസ്ട്രി ഇവയാണ് ഞങ്ങളുടെ മുഖ്യ പ്രവർത്തനങ്ങൾ. ആ മനുഷ്യൻ ഇതാ, ആഘോഷമോ ദുരിതമോ, എൻ്റെ ഇരിപ്പിടത്തിൽ ഒരു പുതിയ ജനനം ആവശ്യമോ, മദ്യത്തെ തോൽപ്പിക്കാം, മനുഷ്യനെ വിജയിക്കാം, ലാസ്റ്റിംഗ് പീസ് എന്നീ ലഘുലേഖകൾ വായനക്കാർക്കും വിതരണക്കാർക്കും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0471244879 എന്ന ഫോൺ നമ്പറിലോ 9496261095 എന്ന മൊബൈൽ നമ്പറിലോ ഇമെയിൽ വിലാസത്തിലോ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ദ ഡയറക്ടർ, ഗുഡ് ന്യൂസ് മിനിസ്ട്രീസ്, ആക്കുളം റോഡ്, ട്രിവാൻഡ്രം 695031. ഇപ്പോൾ ഗുഡ് ന്യൂസ് മിനിസ്ട്രീസ് സ്ഥാപകരിൽ ഒരാളായ ഡോക്ടർ ചാൾസ് ജോൺ ഇംഗ്ലീഷിൽ നിന്നും സ്വതന്ത്ര വിവർത്തനം ചെയ്ത് ശബ്ദം നൽകി അവതരിപ്പിക്കുന്ന അതാണെൻ്റെ രാജാവ് എന്ന വീഡിയോ കാണാവുന്നതാണ്. ലോകത്തിൽ ഇതുവരെ ജനിച്ചിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന ചോദ്യത്തിന് ദൈവവചനമായ ബൈബിൾ നൽകുന്ന ഉത്തരമാണ് കർത്താവായ യേശുക്രിസ്തു. അനിതര സാധാരണമായ ജനനം, നിഷ്കളങ്ക ജീവിതം, അതുല്യമായ അധ്യാപനം, അന്യാദൃശ്യങ്ങളായ അത്ഭുത പ്രവൃത്തികൾ, അനവധി പ്രവചനങ്ങളുടെ നിവൃത്തി, പാപപരിഹാര ബലിമരണം, വിസ്മയകരമായ ഉയിർത്തെഴുന്നേൽപ്പ് എന്നിങ്ങനെ പോകുന്നു യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സവിശേഷതകൾ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തൻ്റെ മഹിമ നിസ്തുലം. ഇത്ര മഹാനായി ഉത്തമനാകും ഒരുത്തനെ ഉലകിൽ കാണുമോ? അതാണെൻ്റെ രാജാവ്. അവിടുന്ന് ജാതിമതഭേദമന്യേ ഏവരുടെയും രാജാവാണ്. നീതിയും ന്യായവുമുള്ള രാജാവ്. അവൻ യുഗങ്ങളുടെ രാജാവാണ്. അവിടുന്ന് സ്വർഗത്തിന്റെ അധിപനായ രാജാവാണ്. അവൻ മഹത്വത്തിന്റെ രാജാവാണ്. അവിടുന്ന് രാജാതി രാജാവും കർത്താധികർത്താവുമാണ്. അതാണ് എൻ്റെ രാജാവ്. താങ്കൾക്ക് ആ രാജാവിനെ അറിയാമോ? എൻ്റെ രാജാവ് സർവ്വസ്വതന്ത്രമായ പരമാധികാരമുള്ള രാജാവാണ്. അവിടുത്തെ സീമകളില്ലാത്ത സ്നേഹത്തെ വിവരിക്കുവാൻ എൻ്റെ വാക്കുകൾ അപര്യാപ്തമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അവനിൽ കപടമില്ല. അവൻ ഉറപ്പുള്ളവനും കുലുങ്ങാത്തവനുമാണ്. അവൻ ശാശ്വത യശസ്വിയാണ്. അവൻ സർവാധിപത്യമുള്ള സർവശക്തനാണ്. അവൻ നിഷ്പക്ഷമായ കാരുണ്യത്തിന്റെ ഉറവിടമാണ്. താങ്കൾക്ക് ആ രാജാവിനെ അറിയാമോ? ചക്രവാള സീമകളെ ഭേദിച്ച് ഈ ഭൂമിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയവനാണവൻ. അവിടുന്ന് സാക്ഷാൽ ദൈവപുത്രൻ. അവനാണ് പാപികളുടെ ഏകരക്ഷകൻ. അവൻ നാഗരികതയുടെ നടുത്തൂണാണ്. അവനൊപ്പം പറയാനൊരാളുമില്ല. അവന് മുൻപനായി അവനോട് തുല്യനായ ആരുമില്ല. അവിടുന്ന് വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ഉദാത്തമായ ചിന്താവിഷയമാണ്. തത്വശാസ്ത്രത്തിലെ അത്യുംഗ വ്യക്തിയാണവൻ. യഥാർത്ഥ ദൈവശാസ്ത്രത്തിന്റെ വിധാതാവാണ് അവിടുന്ന്. അവൻ മാത്രമാണ് സർവ്വതാ യോഗ്യനായ രക്ഷിതാവ്. ഒന്ന് ചോദിക്കട്ടെ, താങ്കൾക്ക് ആ യേശുവിനെ വ്യക്തിപരമായി അറിയാമോ? അവിടുന്ന് ബലഹീനർക്ക് ബലം പകരുന്നു. പരീക്ഷകളിലും പരിശോധനകളിലും കൂടെ കടന്നുപോകുന്നവർക്ക് സഹായകനാണ്. നമ്മോട് സഹതാപമുള്ള കരുണാമയനാണ്. നമ്മെ ബലപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നവൻ. അവിടുന്ന് നമുക്ക് വഴികാട്ടിയും കാവലുമാണ്. അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കുന്നു. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. അവിടുന്ന് പാപികൾക്ക് പാപമോചനം കൽപ്പിക്കുന്നു. കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ ഇളച്ചു കൊടുക്കുന്നു. ബന്ധിതരെ സ്വതന്ത്രരാക്കുന്നു. ദുർബലരുടെ വക്കീലാണവൻ. ശിശുക്കളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവൻ. അഗതികളുടെ സഹായിയാണവൻ. വാർദ്ധക്യത്തിലും കൈവിടാത്തവൻ. സ്ഥിരോത്സാഹിക്ക് പ്രതിഫലം നൽകുന്നവൻ. എളിയവരെ ആദരിക്കുന്നവൻ. ഈ യേശുവിനെ അറിയുവാൻ താങ്കൾ ശ്രമിക്കുമോ? അവനാണ് ജ്ഞാനത്തിലേക്കുള്ള വഴികാട്ടി. അവനാണ് പരിജ്ഞാനത്തിന്റെ ഉറവിടം. വിടുതലിന്റെ വഴിത്താരയാണവൻ. സമാധാനത്തിന്റെ മാർഗമാണവൻ. നീതിയുടെ പാതയാണ് അവിടുന്ന്. വിശുദ്ധിയിലേക്കുള്ള വിശാലമായ വാതായനമാണവൻ. മഹത്വത്തിന്റെ വാതിലാണവൻ.
പ്രിയ സ്നേഹിത, താങ്കൾക്ക് ഈ യേശുവിനെ അറിയാമോ? മറ്റാരുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ജീവിതമാണ് അവൻ്റേത്. അവിടുന്ന് ചെയ്യുന്ന നന്മകൾക്ക് അതിരില്ല. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവിടുത്തെ സ്നേഹത്തിന് ഒരിക്കലും ഏറ്റക്കുറച്ചിലില്ല. അവന്റെ വചനങ്ങൾ സകലത്തിനും മതിയായത്. അവൻ കൃപ സമൃദ്ധിയായി നൽകുന്നു. അവിടുത്തെ ഭരണം നീതിയുള്ളത്. അവന്റെ മുഖം മൃദുവായത്. അവന്റെ ചുമട് ലഘുവാണ്. അവനെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? എന്റെ പരിമിതമായ വാക്കുകളാൽ വിവരിക്കുവാൻ സാധ്യമല്ലാത്ത വിധം അവിടുന്ന് അവർണ്ണനീയനാണ്. അവൻ ആരെന്ന് ഗ്രഹിക്കുവാൻ പ്രയാസമാണ്. അവൻ അജയ്യനാണ്. അവനെ എതിരിടാൻ ആരാലും സാധ്യമല്ല. നിങ്ങളുടെ മനസ്സിൽ നിന്നും അവനെ പറിച്ചെറിയാൻ സാധ്യമല്ല. അവനെ അതിജീവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവനെ കൂടാതെ ജീവിക്കുവാനും ആർക്കും സാധ്യമല്ല. പരീശന്മാർക്ക് അവനെ വഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവന്റെ പ്രവർത്തനങ്ങൾക്ക് തടയിടാനും അവർക്ക് കഴിഞ്ഞില്ല. പീലാത്തോസ് അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. ഹെരോദാവിന് അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. കല്ലറയ്ക്ക് അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. അവൻ മരിച്ചു. 3-ാം നാൾ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അതാണ് എൻ്റെ രാജാവ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അനുവദിക്കുന്നു. നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നുവോ? കാൽവറി ക്രൂശിൽ രക്തം ചിന്തി മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ച് 3-ാം നാൾ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയഭേരിയോടെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ താങ്കളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ സ്വീകരിക്കുമോ? ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ യേശു ക്രിസ്തു എൻ്റെ രക്ഷകനും കർത്താവുമാണ്. നിങ്ങളുടെയോ?